പാകിസ്ഥാനിൽ സ്ഫോടനത്തിൽ പാക് സൈനികർ കൊല്ലപ്പെട്ടു. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ ഒരു സ്ഫോടനമുണ്ടായി. 10 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതായിട്ടാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ബലൂജിന്റെ തലസ്ഥാനമായ ക്വറ്റയിലാണ് സ്ഫോടനം നടന്നത്. സൈനികർ സഞ്ചരിച്ച വാഹനം റിമോട്ട് കൺട്രോൾ സഹായത്തോടുകൂടി IED ഉപയോഗിച്ചിട്ടാണ് തകർത്തത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന ബലൂജ് ലിബറേഷൻ ആർമി ഏറ്റെടുത്തിട്ടുണ്ട്. സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ ലിബറേഷൻ ആർമി അവരുടെ വെബ്സൈറ്റിലൂടെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാന് എവിടെ നിന്നാണ് തിരിച്ചടി വരുന്നത് എന്ന് അറിയാൻ പറ്റുന്നില്ല. സൈനികർ, അതുപോലെ ഇവരുടെ കരസേനാ മേധാവിമാർ, ജനറൽമാർ, കമാൻഡോമാർ, സോഫ്റ്റ്വെയർ ടെക്നോളജീസ് ഓപ്പറേറ്റ് ചെയ്യുന്ന കമാൻഡോകളൊക്കെ കുടുംബത്തോടൊപ്പം തന്നെ വിവിധ രാജ്യങ്ങളിലേക്ക് നാടുവിട്ടു കഴിഞ്ഞു. കാരണം ഇന്ത്യക്കാരുടെ കയ്യിൽ നിന്ന് കൊല്ലപ്പെടും എന്നവർക്ക് ഭീതി ജനിച്ചു കഴിഞ്ഞു. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് വ്യാജ വിവരങ്ങൾ ഇന്റർനെറ്റിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വിഭാഗം ആളുകൾ. ആക്രമണത്തിന്റെ ഇരകളുടെ പേരുകളാണ് വ്യാജമായി പ്രചരിപ്പിക്കുന്നത്. ഇന്ത്യ TV ന്യൂസിൽ പ്രസിദ്ധീകരിച്ച പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ പൂർണ്ണ പട്ടിക എന്ന നിലയിലാണ് ഇത്തരം വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത്. 26 പേരുടെ ലിസ്റ്റിൽ 15 മുസ്ലിം പേരുകളാണ് തിരികെ കയറ്റിയത്. ഇവർ വ്യാജ പട്ടിക നിർമ്മിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇസ്ലാമിനെ വെളുപ്പിക്കാൻ, മുസ്ലിങ്ങളെ വെള്ളപൂശാൻ, ഇസ്ലാമിക തീവ്രവാദത്തെ ഏത് രൂപത്തിൽ വെളുപ്പിക്കാമെന്ന് റിസർച്ച് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഇതിന് പിന്നിൽ. ഭീകരർ മതം ചോദിച്ച് തിരിച്ചറിഞ്ഞ ശേഷം അമുസ്ലിങ്ങളെ മാത്രം തെരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തി എന്ന വസ്തുത നിലനിൽക്കുമ്പോൾ മരണപ്പെട്ട 20ഓളം പുരുഷന്മാരുടെ പാന്റുകളിലെ സിബ് ഊരിയ നിലയിലായിരുന്നു ലിംഗപരിശോധന നടത്തപ്പെട്ടു എന്ന് ഇന്റലിജൻസ് തന്നെ നിരീക്ഷിച്ച സാഹചര്യത്തിലാണ് ഇത്തരം വാർത്തകൾ. 15 പേരുകളുള്ള ഒരു ലിസ്റ്റാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. പഹൽഗാമിൽ ഭീകരരായിട്ടുള്ള ആളുകൾ മതം നോക്കി കൊലപ്പെടുത്തിയവരിൽ സെയ്ദ് ആദിൽ ഹുസൈൻ ഷാ എന്നയാൾ ഒഴികെ മറ്റെല്ലാവരും അമുസ്ലിങ്ങളാണ്. ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന്റെ പിന്നിൽ ഒരു സംഘടിതമായിട്ടുള്ള ഗൂഢസംഘമുണ്ട് എന്നത് യാഥാർത്ഥ്യം. 15 മുസ്ലിം പേരുകൾ ഉൾപ്പെടെ ഈ ലിസ്റ്റ് ഔദ്യോഗികമാണ് എന്ന നിലയിൽ പ്രചരിപ്പിക്കുന്ന പ്രൊഫൈലുകൾ പരിശോധിച്ചാൽ അവർ നിരന്തരം പാകിസ്ഥാൻ അനുകൂല മുസ്ലിം തീവ്രവാദ പോസ്റ്റുകൾ ഇടുകയും തരം കിട്ടുമ്പോഴൊക്കെയും ഇന്ത്യക്കും ഹിന്ദുക്കൾക്കും എതിരായിട്ടുള്ള കമന്റുകൾ ചെയ്യുകയും ചെയ്തിട്ടുള്ളവരാണ് എന്ന് ഇന്റലിജൻസ് കണ്ടെത്തി. ഇത്തരം പ്രൊഫൈലുകളുടെ ലൈക്കുകളുടെ പാറ്റേൺ പോലും സമാനമാണ്. ഇങ്ങനെ വ്യാജ മുസ്ലിം പേരുകൾ ചേർത്ത് പ്രചരിപ്പിച്ചത് കൂടാതെ ഈ ആക്രമണത്തിന് പിന്നിൽ ഹിന്ദുക്കളും സംഘപരിവാരും ആണ് എന്ന രൂപത്തിലുള്ള നിരവധി കമന്റുകളും പോസ്റ്റുകളുമാണ് ഇത്തരക്കാർ നടത്തിയിട്ടുള്ളത്. ഇങ്ങനെ കമന്റ് ചെയ്തിട്ടുള്ള പ്രൊഫൈലുകളുടെ സമാനമായ രീതിയിലുള്ള എല്ലാ പ്രൊഫൈലുകളും വിലയിരുത്തുമ്പോൾ ഇവർക്ക് ഗൂഢമായിട്ടുള്ള ഒരു സംഘടിത സ്വഭാവമുണ്ട് എന്ന് കണ്ടു. ഇത്തരം പ്രൊഫൈലുകൾ തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ളവരാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നും അന്വേഷണ ഏജൻസികൾ പറഞ്ഞു. കേരള പോലീസ് ഇതൊന്നും പരിശോധിക്കുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രീതിയിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള നിരവധി പ്രൊഫൈലുകൾ കേന്ദ്ര ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ സൈബർ പോലീസിന്റെ അനാസ്ഥയാണ് ഇത്തരം പ്രൊഫൈലുകളുടെ വിളയാട്ടത്തിന് കാരണം എന്നും ആരോപണമുണ്ട്. ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ അനുകൂല പോസ്റ്റുകൾ, ഇന്ത്യ വിരുദ്ധ പോസ്റ്റുകൾ, കമന്റുകൾ, വീഡിയോകൾ പ്രത്യക്ഷപ്പെടുന്നത് കേരളത്തിൽ നിന്നാണ് എന്നും NIA കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോ ശരിക്കും പറഞ്ഞാല് നമ്മുടെ ലാലേട്ടനാണെങ്കിലും പൃഥ്വിരാജ് ആണെങ്കിലും ഓൾ ഐസ് ഓൺ റാഫ, നമ്മുടെ ദുൽഖർ സൽമാൻ ഒക്കെ ആണെങ്കിലും വാരുന്ന ചോറ് ഇറങ്ങുന്നുണ്ടോ കുഴയ്ക്കുന്നത്, ഉരുട്ടി വിഴുങ്ങുന്നതും ചവയ്ക്കുന്നതും ഒക്കെ റാഫയിലെയും ഗാസയിലെയും പലസ്തീനികളുടെയും ഒക്കെ വേദന കണ്ടിട്ട് കാക്കാമാര് നെഞ്ചിലിടിച്ച് നിലവിളിക്കുമായിരുന്നു കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ടോപ്പിക്കില് എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ ചില പത്രങ്ങളും ഡിജിറ്റലും അവരൊക്കെ ഇതൊക്കെ വാർത്തയാക്കിയിട്ട് ഞാൻ മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആളാണ് ഞാൻ. സൽമാൻ ദുൽഖർ, അതായത് മമ്മൂട്ടിയുടെ മകനെ. മാത്യു സാറെ, നിങ്ങൾ മാത്രമല്ല സത്യം പറയുന്ന എല്ലാവരെയും മുസ്ലിം വിരുദ്ധരായിട്ട് തന്നെയാണ് ഈ ഐറ്റങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്, പ്രചരിപ്പിച്ചിട്ടുള്ളത്. സംഖ്യകളാക്കി എന്തൊക്കെയാണോ നമുക്ക് ഇരട്ടപ്പേരുകൾ ഇടാൻ പറ്റുന്നത് അതൊക്കെ ഇടും എന്ന് കരുതി നമുക്ക് പറയാൻ പറ്റുന്നത് പറയാതിരിക്കാൻ പറ്റുമോ? പറയുന്നേ പറ്റിയാണ് ഒരു പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തമായ കാഴ്ചപ്പാടിന്റെ പേരിലാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടത്. അതായത് ഇസ്രായേൽ ഹമാസ് അറ്റാക്ക് നടക്കുന്ന സമയത്ത്
ഈ നമ്മുടെ ദുൽഖർ സൽമാൻ, അദ്ദേഹം ഓൾ ദ ഐസ് ടു റഫ, അതേപോലെ ഖാൻ യൂനിസ്, പുള്ളി വളരെ ദുഃഖിതനായിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടു. അപ്പം ഉറപ്പായിട്ടും ഇന്ത്യയിൽ എല്ലാവർക്കും ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്, പ്രതികരിക്കേണ്ട വിഷയങ്ങളാണെങ്കിൽ അല്ലെങ്കിലും പ്രതികരിക്കാം. ഇവിടെ ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല. കാരണം അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ്, സിനിമ നടനാണ്. സോ ആസ് യൂഷ്വൽ. അത് കഴിഞ്ഞ് പാൽഗാം, അത് കാശ്മീരിൽ ഏകദേശം 28ഓളം പേരെ കൊന്നു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടു കൊവാഡ്ലി ആക്ട്. അത് മാത്രമേ ഉള്ളൂ. അതിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടാണ് ഞാനത് പോസ്റ്റ് ഇട്ടത്. അതായത് അതിനകത്ത് ഞാൻ പറയുന്നുണ്ട്, ഈ സൽമാൻ, അതായത് ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞ് ഞാൻ ഇയാളുടെ സിനിമ കണ്ടിട്ടൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സിനിമ കാണാറില്ല. ഞാൻ അത്ര ബുദ്ധിജീവിയല്ല, അതുകൊണ്ടാണ് സിനിമ കാണാൻ ഞാൻ പോകാറില്ല. അപ്പൊ ഇയാളുടെ സിനിമ കണ്ടോ, ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറയുന്ന മൂവി കണ്ടിട്ട്, ആ ഒരു മൂവി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒറ്റ വാക്കിലുണ്ട്. ഇപ്പം കേരളത്തിലെ പോപ്പുലറായ ഒരു ആക്ടറാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞ മഹാനായ കലാകാരന്റെ മകനാണ്. മമ്മൂട്ടി സലഫി പള്ളികളിൽ മാത്രമേ പോവുകയുള്ളൂ, അത് വേറെ കാര്യം. അപ്പൊ ഞാനതിനെതിരെ പ്രതികരിച്ചു ആസ് എ ജേർണലിസ്റ്റിക്കൽ വേ. അതായത് ഈ പറയുന്ന ദുൽഖർ സൽമാൻ വർഗീയവാദിയാണെന്നും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആളാണെന്നും ഞാൻ പറഞ്ഞു. അപ്പം അതിന്റെ താഴെ ഇഷ്ടം പോലും പ്രതികരിക്കുന്ന അറിയാമല്ലോ, സുഡാപ്പികളും ഈ പറയുന്ന സോ കോൾഡ് മോഡറേറ്റ് മുസ്ലിംസ് എന്ന് പറയുന്നതിന്റെ അകത്തെ ഉള്ളിരിപ്പ് എന്താണെന്ന് പോസ്റ്റ് ഇടപെടും ഒരു വീഡിയോ ചെയ്ത് അറിയാൻ സാധിക്കും. സിമ്പിൾ ആയത്, ഇത് റോക്കറ്റ് സയൻസിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതിനെപ്പറ്റി എനിക്ക് പ്രതികരിക്കണം. ഈ ദുൽഖറിനെ കുറിച്ച് മാത്രമൊന്നുമല്ല, സാക്ഷാൽ മോഹൻലാൽ എന്ന് പറഞ്ഞ വൃത്തികെട്ടവൻ, അവനെ കുറിച്ച് പ്രതികരിക്കണം. മേജർ രവി എന്ന് പറഞ്ഞവനെ കുറിച്ച് പ്രതികരിക്കണം. കേരളത്തിലെ ഈ എഴുത്തുകാരെന്നൊക്കെ പറയുന്ന ഇന്റലക്ച്വൽ സാമാരെ കുറിച്ച് പ്രതികരിക്കണം. ഒറ്റ അടിക്ക് സംഭവങ്ങൾ ചെയ്യാൻ വിചാരിച്ചു. ഇപ്പം എനിക്ക് എത്രയും വയസ്സായി, നിങ്ങൾക്ക് 54 വയസ്സായി. അപ്പം നമ്മൾ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ, അത് കഴിഞ്ഞ് 30 വർഷത്തെ ഗ്ലോബൽ ആയിട്ടുള്ള ടെററിസം നോക്കുവാണെങ്കിൽ, ഈ പാണക്കാട് ഷിഹാബ് അലി തങ്ങൾ പറയുന്നത്, പാണക്കാട് സാദിഖ് അലി തങ്ങൾ പറയുന്നത് അതിന് മതമില്ല. അതായത് ടെററിസത്തിന് മതമില്ല, നോൺസെൻസ്. കഴിഞ്ഞ 30 വർഷം കൊണ്ട് മതം ഉണ്ടായതാണ് ഈ പ്രൊവോക്കിംഗ് ടെററിസം. എന്നിട്ട് അദ്ദേഹം വലിയ രീതിയിൽ അപലപിച്ചു. പക്ഷെ ഇസ്ലാമിക് ടെററിസം എന്ന് പറയുന്നില്ല. കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് ഞാനിത് മോണിറ്റർ ചെയ്യുന്ന ഒരാളാണ്. ഈ കോൺഫ്ലിക്റ്റ് ആണെങ്കിലും ഇന്ത്യയിലെ ടെററിസം ആണെങ്കിലും ഗ്ലോബൽ കോൺഫ്ലിക്റ്റും. അപ്പൊ അതുമായിട്ട് നോക്കുമ്പോൾ നമ്മൾ ഇസ്രായേലിനെ ചരിത്രം എടുക്കണം. കാരണം എൻഡബി ഓപ്പറേഷൻ, അതായത് ഫ്രഞ്ച് എയർക്രാഫ്റ്റ് അടിച്ചോണ്ട് പോകുന്നു, ഉഗാണ്ടയുടെ തലസ്ഥാനമായ എൻഡബിയിൽ പോകുന്നു. എന്നിട്ട് അവിടെ ജൂയിഷ് കമ്മ്യൂണിറ്റി ഉള്ളവരെ മാത്രം മാറ്റി എടുത്തിട്ട് മറ്റുള്ളവരെ റിലീസ് ചെയ്യുന്നു. എന്നിട്ട് അവരെ വെച്ച് വില പേശി കൊല്ലാൻ ഹോസ്റ്റേജ്. ഒരുപാട് ഫിലിം സ്റ്റാറുകൾ, ആക്ടിവിസ്റ്റുകൾ, മാധ്യമ പ്രവർത്തകർ, പിന്നെ അടുപ്പ് കൂട്ടി വൈകുന്നേരമുള്ള രാത്രിയത്തെ അന്തിച്ചർച്ചാ തൊഴിലാളികൾ, ഇവരൊക്കെ ഓൾ ഐസ് ഓൺ റാഫ എന്ന് പറഞ്ഞ് വലിയ രൂപത്തിൽ ഒരു ക്യാമ്പയിനുകൾ ഉണ്ടാക്കി ഇസ്രായേലിനെ അങ്ങ് മൊട്ടയടിക്കണമെന്ന് പറഞ്ഞ് പ്രതിഷേധിച്ചിരുന്നു. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടുന്ന 2 കാര്യങ്ങൾ. അതിലൊന്ന്, പാലക്കാട് തൃത്താലയിൽ യഹ്യാ സിൻവാറിന്റെയും ഇസ്മായിൽ ഹനിയയുടെയും ഒക്കെ ചിത്രങ്ങൾ വെച്ചിട്ട് വലിയ രൂപത്തിൽ ഒരു ഉറൂസിനോടനുബന്ധിച്ചിട്ട് ഒരു ആനയുടെ പുറത്ത് എഴുന്നള്ളത്ത് നടത്തിയിരുന്ന ഓർമ്മയുണ്ടോ? ഈ 7 ഭീകരരുടെ ചിത്രങ്ങൾ ഇനിയും പാലക്കാട് പൊങ്ങുമോ? അതോ കേരളത്തിൽ മറ്റെവിടെയെങ്കിലും പൊങ്ങുമോ? ഈരാറ്റുപേട്ടയിൽ അവർക്ക് വേണ്ടിയിട്ടൊരു പ്രതിഷേധം, ഒരു ധർണ, ഒരു ഹർത്താല്, റെയിൽവേ സ്റ്റേഷനുകൾ അടിച്ചു പൊട്ടിക്കാൻ, എയർപോർട്ടുകൾ അടിച്ചു തകർക്കാൻ ഇവരിറങ്ങുമോ? 2ാമത്തെ കാര്യം, നമ്മുടെ വയനാട്ടില് ചൂരൽമല മുണ്ടക്കൈ ദുരന്തം നടന്ന സമയത്ത് ഇസ്മായിൽ ഹനിയയുടെ ചോരയ്ക്ക് ഇസ്രായേലിനോട് പ്രതികാരം ചോദിക്കണമെന്ന് പറഞ്ഞു കോഴിക്കോട് കടപ്പുറത്ത് വലിയ രൂപത്തിലൊരു പ്രതിഷേധം നടന്നു. ഇനിയും അതുപോലെ ഒരു പ്രതിഷേധം കൊല്ലപ്പെട്ട 29 പേർക്ക് വേണ്ടിയിട്ട് കാശ്മീരിലെ പഹൽഗാമിലെ അവർക്ക് വേണ്ടിയിട്ടാണോ നടത്തുക, അതോ അവരെ കൊന്ന 7 ഭീകരർക്ക് വേണ്ടി നടത്തുമോ? കേരളം ഇതുകൊണ്ട് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. നന്ദി.